ഇപ്പോഴാണ് പറഞ്ഞു. Prayer. In the name of Allah, the most gracious, the most merciful, O Allah, thank you for today's learning. Bless our teachers, friends, and this class. Grant us beneficial knowledge and guide us on the right path. Amen. Thank you. Good morning, ma'am, and everyone. Today, I'm very happy to see you together here, and also thank you all for joining here today. First of all, I would like to welcome our Ashwini ma'am for sharing the information about what we learned, and also I would like to extend my welcome to my classmates. Thank you again. Have a nice day. Every day as a new today thought. Every day as a new beginning. Take a deep breath, smile, and start again. Thank you. Okay. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്നാ? പറഞ്ഞില്ലായിരുന്നല്ലോ മിസ്സേ. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. നാളെ ക്ലാസ് ഇല്ല മിസ്സേ. നാളെ ക്ലാസ് ഇല്ല കേട്ടോ. നാളെ തുടങ്ങി ക്ലാസ് ഇല്ല. എത്ര ദിവസത്തേക്കും എത്രാം തീയതി? എന്താ ക്രിസ്മസ് വെക്കേഷൻ ആണോ? അതെ അതെ. എത്ര ദിവസം ഉണ്ടാവും മാം? എന്താ എത്ര ഡേയ്സ് ഉണ്ടാവും മാം ലീവ്? അത് കൺഫേം ആയിട്ടില്ല. എന്തായാലും ക്രിസ്മസ് വരെ അവധി ഉണ്ടാകും. വെള്ളിയാഴ്ച ഉണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേഷൻ വരും കേട്ടോ. ഓക്കെ മാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ വരാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? മാം അറ്റൻഡൻസിന്റെ റെക്കോർഡും പിന്നെ അതിന്റെ എക്സ്പ്ലനേഷനും പറഞ്ഞായിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. ഇന്നൊക്കെ യൂണിറ്റ് 3 ആണോ എടുത്തത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ആണോ? അതിൽ എക്സാം ഫീ വരെ പറഞ്ഞു മിസ്സേ. എക്സാം ഫീ വരെ പറഞ്ഞായിരുന്നു അല്ലേ? ആ ഓക്കെ. ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ചെയ്തായിരുന്നോ?
Yes, ma'am. ഓക്കെ, അപ്പൊ ഓരോരുത്തരായിട്ടൊന്ന് കാണിക്കൂ കേട്ടോ, പ്രസന്റ് ചെയ്യൂ. കാണിക്കുവാണോ മാം ചെയ്യേണ്ടത്? അതെ അതെ, കാരണം സിമ്പിൾസ് ഒക്കെ നമുക്ക് കാണണമല്ലോ. ഇത് സിമ്പിൾസ് ആണ് മാം എഴുതിയിരിക്കുന്ന അറ്റൻഡൻസിന്റെ. കാണാമോ? ഒരു സെക്കൻഡ് കേട്ടോ. ക്ലിയർ അല്ല. ഹലോ മാം. ഓക്കെ ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്. ഇത് അറ്റൻഡൻസ് റെക്കോർഡ് കാണാമോ? ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് അല്ലേ? അതെ അതെ അല്ലേ? ഓക്കെ 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 മാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മാതിരി ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഞാൻ ഒരാഴ്ചത്തെയാണ് എടുത്തത്. 25 പിള്ളേരുടെ ഒരാഴ്ചത്തെ, അതായത് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഉള്ളത്. അത്രേ ഉള്ളൂ മാം. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ട്, ആ സിമ്പിൾസ് എന്താന്നുള്ളത്. അത് വായിക്കാലോ. ഓക്കെ മാം. വെരി ഗുഡ് മാം, ഞാൻ കാണിക്കാം. കാണുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരുടെ പേര് തന്നെ എഴുതിയാണ്. ഓക്കെ, വെരി ഗുഡ്. കാണിക്കട്ടെ മാം, നെക്സ്റ്റ് ഞാൻ കാണിക്കട്ടെ. ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള കാണുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. ഇതുണ്ടാക്കി പിന്നെ അതിനെ കുറിച്ചിട്ട് എഴുതിയതാണ്. പിന്നെ ഓരോ സിമ്പിൾസിനെ കുറിച്ചിട്ടുള്ളത് എഴുതിയതാണ് പിന്നെ ഉള്ളത്. സിമ്പിൾസിന്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിപ്പിക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി ആരാണ് ചെയ്തിട്ടുള്ളത്? മാം. കാണുന്നുണ്ട് മാം. ക്ലിയർ അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, വേറെ ആരാണ് ചെയ്തിട്ടുള്ളത്? മാം, ഞാൻ ചെയ്തോ? അറ്റൻഡൻസ് എക്സ്പ്ലനേഷനോ? കാണുന്നുണ്ടോ മാം? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, then next. ഇനി ആരെങ്കിലും ഉണ്ടോ?
ഓക്കെ, രജിസ്റ്റർ ഒന്ന് കാണിക്കാമോ? ഓക്കെ, കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. ആ ഓക്കെ. ഓക്കെ, ദെൻ ഇനി ആരാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കിനി വേറൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. സിമ്പിൾസിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട് അല്ലേ? അപ്പൊ അത് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കണം. ഞാൻ വായിക്കട്ടെ മാം? ആ, റീഡ് ചെയ്തോളൂ. First, full present. The student is present both in the morning and afternoon. Full day attendance ആണ് ശ്രദ്ധിക്കുന്നത്. Second, morning present. Present only in the morning section. Attendant morning class. Afternoon present. Present only in the afternoon section. Attended afternoon class. Morning sport attendance. Student came late in the morning, but attendance is marked. Late entry in the morning session. Morning absent, afternoon present. Absent in the morning, present in the afternoon. Joined class after lunch. Sixth, afternoon sport attendance. Student came late in the afternoon, but attendance is marked. Late entry in the afternoon section. Seventh one, morning present, afternoon absent. Present in the morning, absent in the afternoon. Left before afternoon section. Eighth one, morning leave, afternoon present. Leave in the morning, present in the afternoon. Attended only afternoon session with permission. Ninth one, morning present, afternoon leave. Present in the morning, leave taken in the afternoon. Permission based half day leave. 10th one, full day leave. Leave for the entire day with permission. Approved full day leave. 9th one, full day absent. Absent for the whole day without permission. Unauthorized absence. Thank you, ma'am. ഓക്കെ, വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ വായിച്ചോട്ടെ മാം? ഞാൻ വായിക്കാം. അതിര വായിച്ചോളൂ. First one, full present. A cross line in a box indicate full present. Afternoon section and morning section full day present. Morning. Second one, morning present. A single line a box indicate morning present. Morning le matram present ആയി, afternoon le absent ആയി. Third one, afternoon present. Morning le ഉണ്ടായിരുന്നില്ല, afternoon-ലാണ് present ആയിരുന്നത്. Morning sport. Student must present at the time of attendance is recorded. Morning sectionൽ attendance എടുക്കുന്ന സമയത്ത് കുട്ടി present ആയിരുന്നു, ആ സ്പോട്ടിൽ present ആയിരുന്നു. അതാണ് morning sport. Morning absent, afternoon present. This indicates the morning section was absent and the afternoon section was present. Morning sectionൽ കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ afternoon sectionൽ കുട്ടി absent ആയിരുന്നു. Afternoon sport. This indicates the student was present in the afternoon but marked as sport. Afternoon attendance എടുക്കുന്ന സമയത്ത് കുട്ടി ഉണ്ടായിരുന്നു, മോർണിംഗ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതാണ് ആഫ്റ്റർനൂൺ സ്പോട്ട്. Morning present, afternoon absent. It means the student were for the first half of the day but missed the second half. രാവിലത്തെ സെക്ഷനിൽ ഉണ്ടായിരുന്നു, ആഫ്റ്റർനൂൺ സെക്ഷനിൽ ആബ്സെന്റ് ആയിരുന്നു. Morning present, afternoon leave. Means the student were present in the morning and then officially took approved leave. മോർണിംഗ് സെക്ഷനിൽ ഉണ്ടായിരുന്നു, ആഫ്റ്റർനൂൺ സെക്ഷനിലേക്ക് നേരത്തെ ലീവ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ലീവ്. അടുത്തത് മോർണിംഗ് ലീവ്, ആഫ്റ്റർനൂൺ പ്രസന്റ്. The student was absent during the morning section but attended for the afternoon section. മോർണിംഗിൽ ഒഫീഷ്യൽ ആയിട്ട് ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു,
അങ്ങനെ മോർണിംഗ് സെക്ഷനിൽ ലീവ് ആയിരുന്നു, ആഫ്റ്റർനൂൺ സെക്ഷനിൽ പ്രസന്റ് ആയി. ഫുൾ ഡേ ലീവ്, പ്രീ അപ്രൂവ്ഡ് എക്സ്ക്യൂസസ്, ആബ്സെൻസ് ഫോർ വാലിഡ് റീസൺ. വാലിഡ് റീസണിൽ നേരത്തെ ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഡേക്ക് വേണ്ടിയിട്ട്, അതാണ് ഫുൾ ഡേ ലീവ്. ഫുൾ ഡേ ആബ്സെന്റ്, അൺഎക്സ്ക്യൂസ്ഡ് ഡേ ഓഫ്. എക്സ്ക്യൂസ് ഒന്നും ഇല്ലാതെ നേരത്തെ ലീവ് ചോദിക്കാതെ ആബ്സെന്റ് ആവുന്നതാണ് ഫുൾ ഡേ ആബ്സെന്റ്. ഓക്കെ മാം. Okay. Then next one. ഞാൻ വായിക്കട്ടെ. വായിക്കാം. ജിതിൻ DK വായിച്ചോളൂ. ജിതിൻ. Okay, വായിക്കാം. Full present. The student has maintained full attendance. Then morning's present. The student was present in the morning session, present during morning assembly. Then afternoon present, present in the afternoon session. That means present during afternoon classes. Next, morning sport. The student was present during the morning sport check, marked present in morning sport attendance. Then morning absent, afternoon present. Student was absent in the morning session and present in the afternoon. That means present for afternoon classes. Then afternoon sport. Student was present during the afternoon sport check, marked present in afternoon sport attendance only. Then morning present and afternoon absent. Student was present in the morning session and absent in the afternoon. That means absent for afternoon classes. Then morning present, afternoon leave. Student was present in the morning session and on leave in the afternoon. That means marks to present for morning leave, morning and leave for afternoon classes. Then morning leave, afternoon present. Student was on leave in the morning session and present in the afternoon. That means marked leave for morning and present for noon session. Then full day leave. The student was on full day leave. That means leave granted for the entire day. Next, last one, full day absent. Marked absent for the full day. Student was absent for the entire day. Thank you, ma'am. Okay. മാം ഞാൻ വായിക്കാം. ഫുൾ പ്രസന്റ് means all students and are present in school on that way. ഫുൾ പ്രസന്റ് എന്നാൽ ആ ദിവസത്തിൽ സ്കൂളിലെ എല്ലാ കുട്ടികളും ഹാജരായിരിക്കുന്നു എന്നർത്ഥം. മോർണിംഗ് പ്രസന്റ് means a student is present in school during the morning attendance. മോർണിംഗ് പ്രസന്റ് എന്നത് രാവിലെ സ്കൂളിൽ ഹാജരായിരിക്കുന്നു എന്നർത്ഥം. Afternoon present means a student is present in school during the afternoon attendance. Afternoon present എന്നത് ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ ഹാജരായിരിക്കുന്നു എന്നർത്ഥം. മോർണിംഗ് സ്പോട്ട് മീൻസ് എ സ്റ്റുഡന്റ് റീച്ച്ഡ് സ്കൂൾ ലേറ്റ് ഇൻ ദ മോർണിംഗ്. മോർണിംഗ് സ്പോട്ട് എന്നത് രാവിലെ സ്കൂളിൽ വൈകി എത്തിയത് എന്നർത്ഥം. Morning absent, afternoon present. This means the student was not present in school in the morning but came and attended in school in the afternoon. Means രാവിലെ സ്കൂളിൽ ഹാജരായില്ല, ഉച്ചയ്ക്ക് ശേഷം ഹാജരായി എന്നർത്ഥം. Afternoon sport means a student came late in the afternoon session. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ബെൽ അടിച്ചതിന് ശേഷം അറ്റൻഡൻസ് കഴിഞ്ഞ് സ്കൂളിൽ വന്നാൽ അത് ആഫ്റ്റർനൂൺ സ്പോട്ട് ആയിരിക്കും. മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ആബ്സെന്റ്. ദിസ് മീൻസ് the student was present in school in the morning but did not stay or come back for the afternoon session. എന്നത് രാവിലെ സ്കൂളിൽ ഹാജരായി ഉച്ചയ്ക്ക് ശേഷം ഹാജരില്ല. മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ലീവ് means the student was present in school in the morning but left the school with permission in the afternoon. രാവിലെ സ്കൂളിൽ ഹാജരായി അനുമതിയോടെ ഉച്ചയ്ക്ക് ശേഷം അവധി എടുത്തു. മോർണിംഗ് ലീവ്, ആഫ്റ്റർനൂൺ പ്രസന്റ് means the student was absent in the morning but attended school in the afternoon. കുട്ടി ഉച്ചയ്ക്ക് ശേഷം എത്തിയാൽ ഉച്ച കഴിഞ്ഞ് ഹാജരായി രേഖപ്പെടുത്തും. ഫുൾ ഡേ ലീവ്, the student is absent for the entire school day. കുട്ടി ദിവസം മുഴുവൻ സ്കൂളിൽ ഹാജരാകാത്ത അവസ്ഥ. ഫുൾ ഡേ ആബ്സെന്റ്, the student is absent for the entire school day from the first session to the last. അതായത് കുട്ടി ആ ദിവസം ഒട്ടും സ്കൂളിൽ ഹാജരായില്ല എന്നർത്ഥം. താങ്ക് യു മാം. Okay.
ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് നോക്കാം. എക്സാം ഫീസ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് യൂണിഫോം ഫീസ് ആണ് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്ത് യൂണിഫോം ഫീസ്. ഞാൻ വായിക്കാം. Uniform fees. Generally, it will be collected in the starting itself. In some schools, they collect it later July. Through this is collected once a year. Teachers should be very careful if it is paid in installment or calculated separately for the belt, separately for shoes and so on. അതായത് യൂണിഫോം ഫീസ് സാധാരണയായിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്താണ് കളക്ട് ചെയ്യുന്നത്. ചില സ്കൂളുകളിൽ ചിലപ്പോൾ ജൂലൈ ആവുമ്പോഴേക്കായിരിക്കും കളക്ട് ചെയ്യുള്ളൂ. അത് ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഒരു സമയത്താണ് ഒരിക്കലാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ടീച്ചേഴ്സ് വളരെ കെയർഫുൾ ആയിരിക്കണം. അതായത് ചില പിള്ളേർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും പൈസ കൊടുക്കുന്നത്. അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ചിലപ്പോൾ ബെൽറ്റിനും ഷൂ അങ്ങനെയുള്ളതിനൊക്കെ സെപ്പറേറ്റ് ആണ് ഫീ വരുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതി വെക്കണം. അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാനുള്ള, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് മിസ്റ്റേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം യൂണിഫോം ഫീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? യൂണിഫോം ഫീസ് സ്കൂളിൽ നിന്ന് യൂണിഫോം സ്കൂളിൽ യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീസ് ആണ് അല്ലെ? അപ്പോ ഇത് ശരിക്കും പറഞ്ഞാല് സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ്, അതായത് സ്കൂൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. ഇനി ചില സ്കൂളുകളിലാണെങ്കിൽ ഇത് ചിലപ്പോൾ ജൂലൈയിലേക്ക് ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്, നീട്ടാറുണ്ട്. പിന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇതിങ്ങനെ കളക്ട് ചെയ്യുക. ഓൾമോസ്റ്റ്, അതായത് മെജോറിറ്റിയും കുട്ടികൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് യൂണിഫോം മേടിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ തുക കളക്ട് ചെയ്യുന്നതാണ്. പിന്നെ എന്താ പറയാ, ഇത് കളക്ട് ചെയ്യുന്ന സമയത്ത് ടീച്ചർ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില സ്കൂളുകളിലാണെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇത് കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ബെൽറ്റിനും അതുപോലെ ഷൂവിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് എമൗണ്ട് വരുന്നത്. യൂണിഫോമിന് വേറെ ഒരു എമൗണ്ട് വരും, ബെൽറ്റിനും അതുപോലെ തന്നെ ഷൂസിനൊക്കെ എന്ത് ചെയ്യും, വേറെ എമൗണ്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഫീസിനെയാണ് യൂണിഫോം ഫീസ് എന്ന് പറയുന്നത് കേട്ടോ. അറിയാലോ നിങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കുന്നതല്ലേ, സെപ്പറേറ്റ് ആയിട്ടല്ല വാങ്ങിക്കുന്നത് ഷൂസും അതുപോലെ ബെൽറ്റും ഒക്കെ. അത് യൂണിഫോമിന്റെ കൂടെ വരില്ലല്ലോ. യൂണിഫോം ചിലപ്പോൾ നമ്മള് എന്താ പറയാ മെറ്റീരിയൽ ആയിട്ടായിരിക്കും എടുക്കുന്നത്, തുണിയായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇത്ര മീറ്റർ വെച്ചിട്ടായിരിക്കും അവര് നമുക്ക് കട്ട് ചെയ്ത് തരുന്നത് അല്ലെ? അപ്പൊ അതിന്റെ എമൗണ്ട് ആണ് എന്ത് ചെയ്യുക, മേടിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ടൂർ ഫംഗ്ഷൻ ആൻഡ് പ്രോഗ്രാം ഫീസ് കേട്ടോ. അപ്പൊ ടീച്ചർ ടൂർ വരെ നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. പേജ് നമ്പർ 164 മൊത്തമായിട്ടൊന്ന് വായിക്കുക. ടൂർ ഫംഗ്ഷൻ ആൻഡ് പ്രോഗ്രാംസ്. ക്രിസ്മസിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെന്നുണ്ടോ? സോങ്ങോ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ എന്തെങ്കിലും ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ചെയ്യണമെന്നുണ്ടോ? അത് കഴിഞ്ഞ ദിവസം അശ്വതി മാം പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം മാം ക്ലാസ് എടുക്കുമെന്ന് വിചാരിച്ച കാരണം പിന്നെ അതിന് പ്രിപ്പയർ ചെയ്തില്ല. അപ്പോ ന്യൂ ഇയറും ക്രിസ്മസും കൂടി ഒരുമിച്ച് ആഘോഷിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് പ്രിപ്പയർ. അതെ അല്ലേ, ആ സമയമാകുമ്പോ. ഓക്കെ, എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ചെയ്യാം. ക്രിസ്മസിന്റെ ഓർമ്മകൾ ഷെയർ ചെയ്യാം, പാട്ട് പാടാം. അരമണിക്കൂറുണ്ട് നമുക്ക്. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാവില്ലല്ലോ നിങ്ങള് ക്രിസ്മസ് ആവുമ്പോ. എന്ത് ചെയ്യണം?
ലൗലി എന്താ മിണ്ടാതിരിക്കുന്നേ? ഞാനും അതാ ഓർത്തെ, ലവ്ലി ചേച്ചിനെ കാണുന്നില്ല. വയ്യാതിരിക്കുവോ മാം? ഞാൻ കിടന്നാണ് കൂടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കുറച്ചുകൂടെ അസ്വസ്ഥതയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ക്രിസ്മസിന്റെ ഓർമ്മകളൊന്നും പങ്കുവെക്കാനില്ലേ? ശ്രുതി ക്ലാസ്സിൽ കയറാറില്ല ഇപ്പോ? ശ്രുതിനെ കാണാറില്ലല്ലോ. ഇന്റേൺഷിപ്പിന് പോയി. ഇന്റേൺഷിപ്പ് പഠിക്കാൻ അല്ലേ? ഓക്കെ. ഞാൻ കിടന്നിട്ടാണെങ്കിലും ക്രിസ്മസിന്റെ ഒരു 2 വരി മൂളാം. ഓക്കെ മാം? ഓക്കെ. പുൽക്കുടിലിൽ പുൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം. പുൽക്കുടിലിൽ പുൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. വേറെ ആരെങ്കിലും ഓരോ പാട്ടുകളായിട്ട് പോരട്ടെ? അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, പാടിയാലും മതി. ക്രിസ്മസിനെ കുറിച്ച് 2 വാക്ക് പറയട്ടെ മാം? പറഞ്ഞോളൂ. ക്രിസ്മസ് എന്ന് പറയുന്നത് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ അടങ്ങുന്നതാണ് നമ്മുടെ മൈൻഡിലുള്ളത്. പക്ഷെ നമ്മുടെ മനസ്സിൽ വേണം ഈ ഉണ്ണീശോ പിറക്കാനായിട്ട്. കാരണം പുൽക്കൂട്ടിൽ പിറന്നത് കൊണ്ട് നമ്മൾക്കൊരു ഗുണമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ പിറന്ന് നമ്മൾ മറ്റുള്ളവരോടുള്ള സ്നേഹവും അനുകമ്പയും കരുണയും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ്. അല്ലാതെ വെറുതെ പുൽക്കൂട്ടിൽ മാത്രം ഉണ്ണി പിറന്നത് കൊണ്ടൊരു കാര്യമില്ല. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ അത് ഉള്ളിൽ ആ സ്നേഹവും കരുണയും വാത്സല്യവും അനുകമ്പയും എല്ലാം ഉണ്ടെങ്കിൽ ക്രിസ്മസ് സുന്ദരമായിരിക്കും. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഞാൻ 2 വരി പാടാം മാം. ഓക്കെ. കണ്ണും കണ്ണും കാത്തിരുന്നു കണ്ണിലൊരു പൈതലിലായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി, താരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നനച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി, താരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നനച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു
ദൈവപുത്രൻ പിറക്കുമെന്ന്. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and Happy New Year. Thank you. ഓക്കെ, വെരി ഗുഡ്. നന്നായിരുന്നു കേട്ടോ ടെസ്സി. Thank you, ma'am. ഓക്കെ, ഇനി ആരാണ് ചെയ്യുന്നേ? ഞാൻ എൻ്റെ ചെറിയ ഒരു ഓർമ്മ പറയാം. ഞാൻ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ റെഡും വൈറ്റും കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകാലോ എന്നൊക്കെ ഓർത്ത്. പിന്നെ സ്കൂളിൽ നിന്ന് ഒരു ദിവസം കേക്ക് കിട്ടും. അപ്പൊ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടി അന്നേരമൊക്കെ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ വീട്ടിലൊന്നും അങ്ങനെ ഇതുപോലെ കേക്കൊന്നും മേടിക്കില്ലായിരുന്നു. പിന്നെ വീടിന്റെ അടുത്ത് ക്ലബ്ബില് ഇങ്ങനെ കേക്ക് മുറിക്കും. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കിട്ടാറുണ്ട്. പിന്നെ കോളേജിൽ പഠിച്ചപ്പോഴാണ് ഫ്രണ്ട്സ് ഇങ്ങനെ കേക്ക് തന്ന്, അപ്പോഴാണ് വെറൈറ്റി തരത്തിലുള്ള കേക്കൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. റംബെറി കേക്ക്, മാർബിൾ കേക്ക്, പുഡിംഗ് കേക്ക്, അങ്ങനെയൊക്കെയുള്ള കുറേ വെറൈറ്റി കേക്കുകളൊക്കെ തിന്നത് അപ്പോഴാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ അച്ഛൻ ഇങ്ങനെ ബേക്കറിയിൽ വർക്ക് ചെയ്യണം. അപ്പൊ അവർക്ക് ഈ ഇങ്ങനെയുള്ള സമയമാകുമ്പോഴത്തേക്ക് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ബേക്കറി സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ അവള് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കോളേജിൽ കൊണ്ടു തരും. അപ്പൊ ഒരു ദിവസം ഈ കേക്ക് കൊണ്ടുവന്നതിന്റെ കൂട്ടത്തില് യെല്ലോ കളർ ജിലേബി കൊണ്ടുവന്നു. അപ്പൊ ആദ്യമായിട്ട് യെല്ലോ കളർ ജിലേബി തിന്നുന്നത്. അപ്പൊ ക്ലാസ്സിൽ നിന്ന് കഴിക്കാൻ സമയമില്ലാത്ത കാരണം വീട്ടിലോട്ട് തന്നു വിട്ടു. വീട്ടിൽ വന്ന് അത് കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പുളി. അപ്പൊ പുളി അങ്ങേപ്പോ ഉമ്മച്ചി പറഞ്ഞു, അത് ചെറിയ കൊള്ളില്ലാത്തതുകൊണ്ടായിരിക്കും, അത് കളഞ്ഞേക്കുന്നു പറഞ്ഞു. എന്നിട്ട് അത് കൊണ്ട് എറിഞ്ഞു കളഞ്ഞു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം അവരുടെ അടുത്ത് ചെന്നിട്ട് ക്ലാസ്സിൽ ചെന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, എടി ഭയങ്കര പുളിയായിരുന്നു, ചീത്തയായിരുന്നു. എടി പൊട്ടി, അത് അതിന്റെ ടേസ്റ്റ് അങ്ങനെയാണ്, യെല്ലോ കളർ ജിലേബിക്ക് പുളിയാണെന്ന് പറഞ്ഞു. അപ്പോഴറിയണേ അങ്ങനെയായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വൈനൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ അവള് കൊണ്ടുവന്ന് തരും. ഒരു ദിവസം ഈ കരിങ്ങാല വെള്ളം എന്റെ അടുത്ത്, എടി നീ ഇത് കുടിച്ചത് ചാമ്പക്കയുടെ വൈനാന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ കുടിച്ചു നോക്കിയപ്പോ ഒരു ടേസ്റ്റും ഇല്ല. നല്ല ടേസ്റ്റ് ഇല്ലെന്ന് വെച്ചാൽ ഇതെന്താടി ഒരു ടേസ്റ്റ് ഇല്ലാതെ ചോദിച്ചപ്പോ അവള് പറയാണ്, ഞാൻ നിന്റെ വെറുതെ പറ്റിച്ചതാന്ന് പറഞ്ഞോണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു രസം. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഇനിയുണ്ടോ ഓർമ്മകൾ ഷെയർ ചെയ്യാനുണ്ടോ ക്രിസ്മസുമായി ബന്ധപ്പെട്ട്? നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ പറയാം ക്രിസ്മസുമായി ബന്ധപ്പെട്ട്. ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്തിട്ടില്ലേ ആരും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്? അതിന്റെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാം, മെമ്മറീസ്. മാം, ഞങ്ങളെ ലൊക്കാലിറ്റിയിലൊന്നും അങ്ങനെ ക്രിസ്ത്യൻസ് കുറവാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ ഒപ്പം കുവൈത്തിലുണ്ടാകുന്ന സമയത്ത് അവരൊരു കൊളീഗിന്റെ ആ സമയത്ത് പോയി, ക്രിസ്മസ് ടൈമിലായിരുന്നു, അവരെ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പൊ അവിടെ നിന്നാണ് വൈനും കേക്കും അതുപോലുള്ള ഇതൊക്കെ ഫസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. ഭയങ്കര സൽക്കാരപ്രിയരായിരുന്നു അവര്. ശ്വാസം മുട്ടത്, അത്രയും ഫുഡ് ഇങ്ങനെ തിരിക്കായിരുന്നു. അതൊക്കെ ഓർമ്മ വന്നു. പിന്നെ അശ്വതിക്കൊക്കെ ഒന്നും പറയാനില്ലേ? അശ്വതി ദേവ്. ഓക്കെ, അപ്പോ ന്യൂ ഇയറിനോടനുബന്ധിച്ച് പ്രോഗ്രാം നല്ല രീതിയിൽ ഉഷാറാക്കുക കേട്ടോ. ആ സമയത്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പോ ഓക്കെ, ജനറൽ ടൂർ, നമ്മള് ടൂർ ഫംഗ്ഷൻ ആൻഡ് പ്രോഗ്രാം ഫീസ്, അതിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. Tour function and program fees. These are not fixed fees. According to the management, the teacher acts in this way. In some schools, they do not conduct any tours at all. Tours will be of 4 types. അപ്പൊ ടൂർ ഫംഗ്ഷൻ ആൻഡ് പ്രോഗ്രാം ഫീസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഫീസ് അല്ലെന്നാ പറയുന്നത്. കാരണം എല്ലാ സ്കൂളുകളിലും ടൂറുകൾ പോകണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലും പ്രോഗ്രാംസും ഫംഗ്ഷൻസും കണ്ടക്ട് ചെയ്യണമെന്ന് എന്തില്ല, നിർബന്ധമില്ല.
മാനേജ്മെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാലാണ് ഒരു സ്കൂളിലെ ടൂറുകളും പ്രോഗ്രാമുകളും എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്, ടീച്ചർ പ്രവർത്തിക്കുന്നത്. ഇനി ചില സ്കൂളുകളിൽ ടൂറുകൾ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഓക്കെ, ഇനി പോകുന്ന സ്കൂളുകൾ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ടൂറുകളെ 4 ടൈപ്പായിട്ട് തിരിക്കാം. ആദ്യത്തേതാണ് ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്ന് പറയുന്നത്. It is for a long place arranged by the correspondent. Entire school is expected to participate once a year. അതായത് ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്ന് പറയുന്നത് ഒരു ലോങ് പ്ലേസിലേക്ക്, അതായത് ദീർഘ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നതിനെയാണ് ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്ന് പറയുന്നത്. ഇത് അറേഞ്ച് ചെയ്യുന്നത് കറസ്പോണ്ടന്റ് ആണ്. കറസ്പോണ്ടന്റ് മീൻസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്കൂളിലെ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് മാനേജ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ ആളുകളെയും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ എല്ലാവരെയും തന്നെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ടൂർ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ വർഷത്തിൽ ഒരിക്കലാണ് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ടൂർ പോവുക. വർഷത്തിൽ കുറെ തവണയൊന്നും പോവില്ല, ഒരു തവണ മാത്രമേ ലോങ് ടൂർ പോവുകയുള്ളൂ. മനസ്സിലായോ? എന്നൊന്ന് പറഞ്ഞേ, നിങ്ങൾ പോയിട്ടുണ്ടോ ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ പോയിട്ടുണ്ടോ? എവിടേക്കാ പോയിട്ടുള്ളത്? ഈ ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലോങ് പ്ലേസിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പോയി വരാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റിന് പുറത്തേക്കായിരിക്കാം പോകുന്നത്. മിക്കവാറും നമ്മുടെ കേരളത്തിന് പുറത്തോട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും പോകുന്നത്. കേരളത്തിനകത്തുള്ള സ്ഥലങ്ങളിൽ പോകും, സ്റ്റേ ചെയ്യും അവിടെ. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ ദിവസം വേണ്ടി വരുമെന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഒന്ന് പറയാമോ, നിങ്ങൾ പോയിട്ടുള്ള ലോങ് ടൂറിനെ കുറിച്ച് പറയാമോ? സ്കൂളിൽ നിന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പോയിട്ടുള്ള ലോങ് ടൂറിനെ കുറിച്ച്. ടെസ്സി പോയിട്ടുണ്ടോ? ഞാൻ കോളേജിൽ പഠിക്കുമ്പോ മൈസൂര്, ഊട്ടി, കൊടക് അങ്ങനെ ഒരു 3 days പോയിട്ടുണ്ട് ടൂറ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഊട്ടിയിൽ ചെന്നപ്പോ നല്ല തണവായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന വഴിക്ക് അവിടെ ഊട്ടിയിൽ ചെന്ന വഴിക്ക് ഞാൻ തലകറങ്ങി വീണു. പിന്നെ ഒന്നും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞു നല്ല അവിടെ നല്ല ഗാർഡൻ ഒക്കെ ഉണ്ട് തോന്നുന്നു. അപ്പൊ മറ്റേ ഫ്ലവേഴ്സ് ഷോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പക്ഷെ ഊട്ടിയിൽ എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. പിന്നീടൊക്കെ മാരേജിന് ശേഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഊട്ടിയിലേക്ക്. പിന്നെ മൈസൂര് അവിടെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറച്ച് നാളുകളായല്ലോ. എന്നാലും മൈസൂർ നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. മൈസൂര് നല്ല കാലാവസ്ഥയായിരുന്നല്ലോ. അപ്പൊ എല്ലായിടത്തും പോയി കണ്ടു. അവിടെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊടക് തോന്നുന്നു ഒരു സ്ഥലം 3 ദിവസം ഞങ്ങള് അവിടെ സ്റ്റേ ചെയ്ത് 3 ദിവസം പോയിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തിയത്. അതുപോലെ +2 പോയിട്ടുണ്ട്. +2 ഞങ്ങള് മൂന്നാറ് പോയി. മൂന്നാറ് അവിടെ നീലക്കുറിഞ്ഞി പൂത്ത സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. അപ്പൊ ഞങ്ങള് അവിടെ പോയി നീലക്കുറിഞ്ഞി കണ്ടു. നീലക്കുറിഞ്ഞി ഞങ്ങള് ആരും കാണാണ്ട് പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. അത് പൊട്ടിക്കാൻ പാടില്ല എന്നവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറുതൊരെണ്ണവും, പക്ഷെ അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ അന്നത്തെ ഒരു ആകാംക്ഷയില് ഒരെണ്ണം പൊട്ടിച്ചെടുത്തു എന്നാണ്. പിന്നെ ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ തന്നെ തരും. അവര് ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് നീലക്കുറിഞ്ഞിയുടെ. പിന്നീട് ഞങ്ങള് ആ സമയത്തായിരുന്നു പൂത്തത് കേട്ടോ. 12 വർഷത്തിൽ ഒരിക്കലല്ലേ പൂക്കുള്ളൂ, അങ്ങനെയാന്ന് അല്ലേ? അങ്ങനെയല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 12 വർഷത്തിലൊരിക്കൽ പൂക്കണു. എങ്കിലും പിന്നെ 12 വർഷം കൂടിയ ചെടികൾ ഉണ്ടല്ലോ. അപ്പൊ എല്ലാ വർഷവും അത് പൂക്കുന്നുണ്ട്. ആ ചെടി പൂക്കുന്നില്ല, ഇപ്പോഴും ഉണ്ട്. അതെ. അതിപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ഉണ്ടെന്ന് തോന്നുന്നു. അന്നൊക്കെ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് 12 വർഷത്തിൽ ഒരിക്കലുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ പെട്ടെന്ന് മിസ് പറഞ്ഞപ്പോ പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു. മൂന്നാർ പോയി ക്യൂ നിന്നിട്ട് ഒരുപാട് നേരം കാലത്ത് പോയി നിന്ന് വൈകിട്ടാണ് നീലക്കുറിഞ്ഞി കാണാനായിട്ട് കയറുന്നത്. ഞങ്ങൾക്ക് അന്ന് ഫുള്ളായിട്ട് അവിടെ നിന്ന് ഭക്ഷണം ഒന്നുമില്ല, ക്യാരറ്റ് മാത്രമാണ് കഴിച്ചത് അന്ന്. അവിടുന്ന് ക്യാരറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നേരം ക്യൂ നിന്ന് പുറത്തു പോയി പിന്നെ വീണ്ടും വന്ന് ക്യൂ നിൽക്കണ്ടേ. അപ്പൊ അത്രയും നേരം വരിയിൽ നിന്നു. അങ്ങനെ അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ആരാണ് ലോങ് ടൂർ പോയിട്ടുള്ളവര്?
മാം എൻ്റെ ചെറുപ്പത്തിൽ എന്നെ സ്കൂളിൽ നിന്ന് ഇതേവരെ ടൂറിന് എൻ്റെ മാതാപിതാക്കളെ വിട്ടിട്ടില്ല. പക്ഷെ അതിന് ശേഷം കല്യാണത്തിന് ശേഷം ടൂറ് തന്നെയായിരുന്നു. ഹസ്ബൻഡ് മൊത്തം ബോംബെ, ബാംഗ്ലൂർ എല്ലായിടവും പോയിട്ടുണ്ട്. ബോംബെക്ക് ഞങ്ങൾ പോയത് പ്ലെയിനാണ്. ബാംഗ്ലൂർ മോള് BS നഴ്സിംഗിന് പഠിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും പോകുമായിരുന്നു. അവിടെ എല്ലായിടവും കറങ്ങി കണ്ടിട്ടുണ്ട്. ബോംബെ മൊത്തം കണ്ടു, ബാംഗ്ലൂർ മൊത്തം കണ്ടു. സ്കൂളിൽ നിന്ന് ഇതേവരെ പോയിട്ടില്ല കേട്ടാ മാം. ഇപ്പോഴും ഹസ്ബൻഡ് വന്നാലും ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ടൂർ പോകും. അതുകൊണ്ട് ആ ചെറുപ്പത്തിലത്തെ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടി. ഇനി മാം ഞാൻ മൂന്നാർ പോയിണ്ടായിരുന്നു. അതുപോലെ സ്കൂൾ ടൂർ അല്ല, വീട്ടിൽ നിന്ന് ഫ്രണ്ട്സും എല്ലാരും ഒത്തിട്ട് അങ്ങനെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സും വൈഫും എല്ലാരും കൂടെയാണ് പോയിണ്ടായിരുന്നത്. അങ്ങനെ എന്റെ ഒരു മോനും ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഒരു മോനുള്ളൂ. അങ്ങനെ മോനായിട്ട് പോയി. അവിടെ മൂന്നാറിൽ ചെന്നപ്പോ ഭയങ്കര തണുപ്പായിരുന്നു. 2 ദിവസം അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് ഭയങ്കര തണുപ്പായപ്പോ രാത്രിയില് എന്താണ് തീയൊക്കെ കത്തിച്ചിട്ട് അതിനെന്തോന്ന് പറയൂലേ, ഓർമ്മയില്ല. അങ്ങനെ തീയൊക്കെ കത്തിച്ചിട്ട് പാട്ടൊക്കെ പാടി ഭയങ്കര സെറ്റായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോ അവിടെയുള്ള എല്ലാ കടയിലും ഈ മങ്കി വന്നിട്ട് ഭയങ്കര ശല്യാണെന്നൊക്കെ പറഞ്ഞ കേൾക്കാം. ക്യാമ്പ് ഫയർ അതെ. എന്നിട്ട് അതൊക്കെ സെറ്റാക്കി. അങ്ങനെ പിന്നെ കളിയും ചിരിയും പിന്നെ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങള് അവിടെ എവിടേക്ക് പോയാലും മങ്കിയാണ്, ഫുൾ മങ്കീസ് ആണ്. അവര് അവിടുത്തെ കടയിലൊക്കെ കേറി ആക്രമിക്കുക അങ്ങനെയൊക്കെ പറയണ കേൾക്കുന്നുണ്ട്. അവിടുന്ന് ഞങ്ങള് ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് അടിച്ചിട്ട് അങ്ങനെ ഒരു സാധനം, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് കഴിച്ച് എന്താ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വൈഫിന് ഇങ്ങനെ പഴകിയ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തൊക്കെ കുരു പൊന്തും അത്രേ. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞ മുഖത്തൊക്കെ ഇതേപോലെ പിമ്പിൾസ് പൊന്തൽ തുടങ്ങി. അപ്പൊ അപ്പോഴാണ് അവര് പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പഴകിയ സാധനം അവര് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ സംഭവം ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെ കഴിച്ചാലെന്ന്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്. ആ ടേസ്റ്റിൽ എല്ലാവരും കഴിച്ച്. പിന്നെ അതേപോലെ എന്താ കരിക്ക് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലുള്ള ഇളനീര് മങ്കിക്ക് കുട്ടികൾ കൊടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ ഫോട്ടോസ് എടുത്ത് അങ്ങനെ ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല അടിച്ചു പൊളിച്ചായിരുന്നു. പിന്നെ അസീന പോയിട്ടുണ്ടോ ലോങ് ടൂറ്? ലോങ് ടൂർ ലവ്ലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല അങ്ങനെ. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ടൂർ തന്നെയെന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഇവിടെ മൂന്നാർ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ നാത്തൂന് ഹസ്ബൻഡിന് ജോലി ബാംഗ്ലൂരായിരുന്നു. അപ്പൊ അങ്ങനെ ബോംബെയിൽ ഉണ്ടായിരുന്നു. ഈ നേവിയിലായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെയൊക്കെ പോയി ഒരാഴ്ചയോളം നിന്നിട്ടുണ്ട്. പുറമെ തേക്കൊക്കെ ഹൈദരാബാദ് പോയിട്ടുണ്ട്, ഗുജറാത്ത്, കുറെ സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കേരളം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ പോലെ നല്ല ഇതാണ്, മാസത്തിൽ എന്തായാലും ഒരു 3 തവണയെങ്കിലും ടൂർ ഉണ്ടായിരിക്കും. മൂന്നാർ എപ്പോഴും തന്നെ പോണതാ. ഒരു 800 തവണയെങ്കിലും പോയിട്ടുണ്ടെന്ന് പറയാം. എപ്പോഴും അങ്ങനെ പോകാറുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ടൂറിന്റെ ആ വിഷമം അങ്ങ് മാറി കിട്ടി. സ്കൂളിൽ നിന്ന് പോകാത്തതിന്റെയും വീട്ടിൽ നിന്ന് വിടാത്തതിന്റെയും ഒക്കെ കെട്ടിച്ചുവിട്ട് കഴിയുമ്പം കെട്ടിന്റെ കൂടെ പോയിക്കോന്ന് പറഞ്ഞ് അങ്ങനെ പറയായിരുന്നു. കെട്ടിയുടെ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടും ടൂറിനോട് ഭയങ്കര താല്പര്യമുള്ള ആളായതുകൊണ്ടും ഏതായാലും അങ്ങനെ ഒരു ഇത് രക്ഷപ്പെട്ടു. ഇനി ആർക്കാണ് പറയാനുള്ളത് ലോങ് ടൂറിന്റെ എക്സ്പീരിയൻസ്? മാം ടെൻത്തിൽ പഠിച്ചപ്പോ ടൂറൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ ആ സമയമായപ്പോഴത്തേക്കും H1N1 പനിയൊക്കെ വന്നോണ്ട് ആ ടൂർ വേണ്ടാന്ന് വെച്ചു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് +2 പോവാന്ന് വിചാരിച്ചു. പക്ഷെ +2 വിട്ടില്ല. +2 പക്ഷെ പോയി വന്നവർക്ക് എല്ലാവർക്കും ചിക്കൻ ബോക്സ് പിടിച്ചു. അപ്പൊ എനിക്കൊക്കെ ഒരു സമാധാനം പോവാത്തതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ ഗ്രാജുവേഷൻ ഡിഗ്രിയുടെ സമയത്ത് പോണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് വിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെ എപ്പോഴും ടൂർ പോവാറുണ്ട്. എല്ലാ സൺഡേസും പുറത്ത് കൊണ്ടുപോകും. പോവാത്ത കുഴപ്പമുള്ളൂ, പറ്റില്ല എന്ന് പറഞ്ഞു. ലോങ് ടൂർ മൈസൂര് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. വയനാട്, പിന്നെ മൂന്നാർ, അങ്ങനെയൊക്കെ ലോങ് ടൂർ ഒക്കെ കൊണ്ടുപോകാറുണ്ട് വെക്കേഷൻ ടൈമിൽ. പിന്നെ എല്ലാ സൺഡേസും പുറത്ത് കൊണ്ടുപോകും എന്തായാലും. അങ്ങനെയൊക്കെ.
മാം ഞങ്ങൾ മിക്ക സൺഡേസിലും അവധി ദിവസങ്ങളിലും ചെറായി ബീച്ച് അടുത്താണല്ലോ, അവിടെ പോകും. പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ബീച്ചിൽ പോയാൽ തന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ആ കാറ്റ് കൊണ്ട് ആ കാഴ്ച കണ്ടിരുന്നാൽ തന്നെ നമ്മുടെ കുറെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. കുറെ ഒരു എന്റർടൈൻമെന്റ് ആണ് മാം അത്. പിന്നെ ഇടയ്ക്ക് ഫിലിമിന് പോകും, പിന്നെ ലുലു മാളിൽ പോകും. അങ്ങനെ ചുമ്മാ ഹസ്ബൻഡിന് അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ടു. പിള്ളേരും അതെ, എല്ലാവരും കൂടി ഒരുമിച്ച് പോകും. അതൊരു സന്തോഷമാണ് മാം. എപ്പോഴും നമ്മൾ വീട്ടിലിരുന്ന് ചോറും കറിയും വെച്ച് ഈ ഇങ്ങനെ കഴിക്കുന്നത് അങ്ങനെ ഒരു ഇതല്ലാണ്ട് ഇതെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷമാണ് മാം. മനസ്സിനും നല്ല സന്തോഷമായിരിക്കും. ഇനി ആർക്കാണ് പറയാനുള്ളത് ലോങ് ടൂറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാട്ടോ? ഞാൻ ലോങ് ടൂർ ആതിര പറഞ്ഞോളൂ. ആതിര പറയട്ടെ, അത് കഴിഞ്ഞ് ജാസ്മിനെ കൊണ്ട് പറയിപ്പിക്കും. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ലോങ് ടൂർ പോയേക്കണത്. സ്കൂൾ ടൈമിൽ പോയേക്കണെന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്സിലൊക്കെ വൺ ഡേ ടൂർ ഒക്കെ അങ്ങനെ പോയിട്ടുള്ളൂ. ഞാൻ 1 മുതൽ 7 വരെ എന്റെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ പഠിച്ചത്. അവിടെ പഠിച്ചപ്പോഴാണ് ചെറിയ ചെറിയ ടൂറിനൊക്കെ പോയിട്ടുള്ളൂ. 8ാം ക്ലാസ് മുതൽ +2 വരെ ടൂറൊന്നും പോയിട്ടില്ല, വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല. പിന്നെ +2 ഡിഗ്രിക്ക് ഞങ്ങൾക്ക് കമ്പൽസറി ആയിരുന്നു ടൂർ. അപ്പൊ അതുകൊണ്ട് സ്റ്റഡി ടൂറും കൂടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് 7 ദിവസത്തെ ടൂറായിരുന്നു. വയനാട്, ഊട്ടി, കൂർഗ്, മൈസൂർ 7 ദിവസത്തെ ടൂറായിരുന്നു. ഞങ്ങൾ ക്ലാസ്സിന്റെ ഡോറിൽ 7 ദിവസത്തേക്ക് കടമുടക്കുന്നൊക്കെ എഴുതിയിട്ടാണ് ഞങ്ങൾ പോയത്. ടൂർ പോയപ്പോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല രസമായിരുന്നു 7 ദിവസം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു പിറ്റേ വർഷത്തിൽ ഞങ്ങൾ പോയത് പഴനിക്ക് പോയി. പഴനിയിൽ നിന്ന് കൊടൈക്കനാല്. അത് ഭയങ്കര രസമായിരുന്നു. ഫാമിലി ആയിട്ട് പോണത് ഭയങ്കര ഒരു രസമായിരുന്നു. ഒരു ഭയങ്കര വൈബായിരുന്നു ആ ഒരു ടൂർ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ അന്ന് പോയ ഒരു വൈബ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയി മാം, കോട്ടയത്ത് മലരിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ നിറയെ 600 ഏക്കറിൽ ആമ്പല് പൂത്ത് നിൽക്കണ പിങ്ക് കളറിലെ ആമ്പല് പൂത്ത് നിൽക്കണത് നല്ലൊരു ഇതായിരുന്നു. വീഡിയോയിലൊക്കെ കാണാറുണ്ടല്ലേ, യൂട്യൂബിലൊക്കെ കോട്ടയം സൈഡിലാണ്, മലരിക്കൽ എന്ന് പറയും. അവിടെ ഇങ്ങനെ അത് ആമ്പല് പൂത്ത് കഴിഞ്ഞ് അതിന്റെ അത് കെട്ടടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ കൃഷിയാണ്, നെൽകൃഷിയാണ്. അപ്പൊ ഇതിങ്ങനെ മാറി മാറിയാണ്. നെൽകൃഷി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനുള്ള ഇതിന്റെ ഇത് അടിയിൽ നിന്ന് വിത്ത് മുളച്ച് ഈ ആമ്പലിന്റെ വിത്ത് അവിടെ കിടക്കും. അതിൻ്റെ അടിയിൽ അതിങ്ങനെ മുളച്ചു വന്ന് പൂവുണ്ടാവും. അതിനുശേഷം ഈ ആമ്പലിന്റെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത കൃഷി തുടങ്ങും. അങ്ങനെ 600 ഏക്കറിൽ ഞങ്ങൾ ബോട്ടിൽ പോയി ഇതെല്ലാം കാഴ്ചയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ലൊരു ഇതായിരുന്നു. പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ അമ്പലമൊക്കെ പറിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വെച്ചു. പക്ഷെ രാവിലെ മാത്രമേ അത് വിരിയുള്ളൂ. രാവിലെ മാത്രമേ വിരിയേണ്ട. സന്ധ്യ ആകുമ്പോഴേക്കും ഉച്ച കഴിയുമ്പോഴേക്കും അത് ചുരുങ്ങിപ്പോവും. നല്ലൊരു ഭംഗിയായിരുന്നു കാണാനും ഒക്കെ ആയിട്ട്. നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു. മാം കഴിഞ്ഞ ആഴ്ച അതിരപ്പള്ളിയൊക്കെ പോയിട്ടില്ലായിരുന്നോ മാം? മലക്കപ്പാറ വരെയാണോ പോയുള്ളൂ, അതെയോ വാൽപ്പാറ പോയിരുന്നോ? കഴിഞ്ഞ ആഴ്ച മാമൊക്കെ അതിരപ്പള്ളി പോയില്ലായിരുന്നോ? ഇല്ല ഇല്ല, ഞാൻ പോയില്ല. ഞാൻ ഹോസ്പിറ്റലായിരുന്നില്ലേ, ഞാൻ പോയില്ല. ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ പോയായിരുന്നു. അതെ അതെ, ഓക്കെ. അറിഞ്ഞു? ജിഷാമ്മ പറഞ്ഞിരുന്നു. പോയിട്ടുണ്ടായിരുന്നു. മാമയോട് ചോദിക്കാൻ കഴിഞ്ഞില്ല. മലക്കപ്പാറ വരെ പോയാലും പറഞ്ഞു, വാൽപ്പാറ പോയോന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അങ്ങനെ തണവുള്ള സ്ഥലത്തേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല, ആസ്മയുടെ പ്രശ്നം ഉള്ളത് കൊണ്ടേ. ഞാൻ ആദ്യമായിട്ട് ഒരു ടൂർ പോയതാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. മൈസൂരും കൂർഗൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നമായിരുന്നു, പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല പോവാനായിട്ട്. അങ്ങനെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ എന്റെ പൈസ ഷെയർ ചെയ്തിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയതിനു ശേഷം, അതായത് ആദ്യമായിട്ട് കാണുവാണ്, കേരളത്തിന് പുറത്തോട്ട് ആദ്യമായിട്ട് പോവാണ്. മൈസൂർ പാലസ് കണ്ടു, മൈസൂർ സൂ കണ്ടു, വൃന്ദാവൻ ഗാർഡൻ കണ്ടു, പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അങ്ങനെ 4 ദിവസത്തെ ടൂറായിരുന്നു. പിന്നെ 3ാമത്തെ ദിവസമായപ്പോ ക്യാമ്പ് ഫയറിന്റെ അവിടെ നിന്ന് എന്തോ ഒരു ബിരിയാണി എന്തോ കഴിച്ചു. അതെന്തോ എനിക്ക് വയറിന് പിടിച്ചില്ല. പിന്നെ വയറുവേദനയും പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ ടീച്ചേഴ്സ് ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ച് പിന്നെ ഓക്കെ ആയി. പിന്നെ അതിനുശേഷം ടൂർ കഴിഞ്ഞ് വന്നു.
വന്നതിന് ശേഷം എനിക്ക് ചുമയും ശ്വാസം മുട്ടൊക്കെ കൂടി പിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. എനിക്ക് അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ അസുഖം വന്നുകൊണ്ടിരിക്കും. അപ്പോ അതായത് തണവധികം പറ്റില്ല. അപ്പൊ ഇവിടുന്ന് ടീച്ചേഴ്സ് ഒക്കെ ഇടയ്ക്ക് ടൂർ പോകാറുണ്ട്. അപ്പൊ എന്നെ വിളിക്കും, വരുന്നുണ്ടോ? ഞാൻ പറയും വരാൻ പറ്റില്ല, വന്നു കഴിഞ്ഞാൽ ക്ലാസ് ഒക്കെ മുടങ്ങും എന്ന് പറയും. അങ്ങനെ പോവാറില്ല കേട്ടോ. അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. നമ്മുടെ കേരളത്തിന് അകത്തുള്ള അല്ലെങ്കിൽ അതായത് തണവില്ലാത്ത സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല, യാത്ര ചെയ്യാം. തണവുള്ള സ്ഥലമാണെങ്കിൽ ഒട്ടും പറ്റില്ല എനിക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ അധികം കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ടൂർ എന്ന് പറഞ്ഞാൽ ലോക്കൽ ടൂർ ആണ്. ലോക്കൽ ടൂർ നിങ്ങളൊന്ന് നോക്കിയേ. എ പ്ലേസ് വിത്തിൻ ദ ടൗൺ ലൈക്ക് എ സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, സർക്കസ്, ചൈൽഡ് ഫിലിം എക്സെട്ര. അതായത് നമ്മുടെ സിറ്റിക്കകത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിനുള്ളിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ടൂർ പോവാം. ചിലപ്പോ അത് സൂയിലോട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരിക്കാം, അല്ലെങ്കിൽ സർക്കസ് കാണാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഫിലിം കാണാനായിരിക്കാം. അതായത് ഇതെന്ന് പറയുന്നത്, ഈ ലോക്കൽ ടൂർ എന്ന് പറയുന്നത് സ്റ്റഡി ടൂറിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നതാണ്. സ്റ്റഡി ടൂർ പോയിട്ടില്ലേ നിങ്ങള്? സ്റ്റഡി ടൂർ പോയിട്ടുണ്ട് അല്ലെ? സ്റ്റഡി ടൂറിന്റെ ഭാഗമായിട്ട് നമുക്ക് മൃഗശാല കാണിക്കാനായിട്ട് അല്ലെ, കുട്ടികളെ കാണിക്കാനായിട്ട് കൊണ്ടുപോകാം, ബൊട്ടാണിക്കൽ ഗാർഡൻ പരിചയപ്പെടുത്താം, സർക്കസിന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഫിലിം കാണാനായിട്ട് കൊണ്ടുപോകാം. അങ്ങനെ നമ്മുടെ അധികം ദൂരത്തേക്കല്ലാതെ ഇപ്പൊ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് തിരിച്ചു വരാവുന്ന രീതിയിലാണ് എന്താ അറേഞ്ച് ചെയ്യുന്നത്, ലോക്കൽ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അതായത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 4ാം ക്ലാസ്സിലാണോ 3ാം ക്ലാസ്സിലാണോ എന്നറിയില്ല, 3 4 ഇതൊരു ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ, അതായത് ഞങ്ങൾക്ക് അസംബ്ലി ഉണ്ടായിരുന്നു രാവിലെ. അപ്പൊ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്, അതായത് നിങ്ങളെ കൊച്ചിൻ ഷിപ്പ്യാർഡ് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്, 130 രൂപയാണ് ഫീസ് വരുന്നത്, ആരൊക്കെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോ ആദ്യമൊന്നും ആരും കൈയൊന്നും പൊക്കിയില്ല. പിന്നീട് അപ്പൊ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, നാളെ ആകുമ്പോൾ നിങ്ങൾ പൈസ കളക്ട് ചെയ്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കുട്ടികളും വീട്ടില് തിരിച്ചു പോയപ്പോ എല്ലാവരും തമ്മിൽ ക്ലാസ്സിലൊക്കെ ഡിസ്കഷൻ ഉണ്ട്, പോകണം അല്ലോ അല്ലെങ്കിൽ പോവാലോ. കാരണം ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്, ആ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങള് വന്നിട്ട്. അപ്പോ ഞങ്ങളൊക്കെ ഡിസ്കഷനിലൊക്കെ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഏറിയ ആളുകളും എന്ത് ചെയ്തു, പോകുന്നുണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങളാണ്, അപ്പൊ വീട്ടിൽ നിന്ന് എന്തായാലും പെർമിഷനും വേണം, പൈസയും വേണം, അതുണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ചുപേര്, നീ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പോകാം, അവര് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ എനിക്കും പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോകാനായിട്ട് എന്തായാലും അവരൊക്കെ റെഡിയാണ് പോകാനായിട്ട്. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് പൈസ ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ 130 രൂപയാണ് പോകാനായിട്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ് കാണാനായിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 130 രൂപ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 13 10ന്റെ നോട്ട് എണ്ണി തന്നു. അങ്ങനെ പിറ്റേ ദിവസം കൊണ്ടുപോയി പൈസ കൊടുത്തു, ടീച്ചറിന്റെ അടുത്ത് പൈസ ഏൽപ്പിച്ചു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു അസംബ്ലിയിൽ വെച്ച് പറയുവാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്തു, അവിടെ എന്തോ ഒരു പ്രശ്നം എന്തോ നടക്കുവാണ്, അതുകൊണ്ട് ഇപ്പൊ പോകാനായിട്ട് പറ്റില്ല, എല്ലാവരുടെയും പൈസ തിരിച്ച് ഏൽപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു യാത്രയായിരുന്നു അത്. പക്ഷെ ആ യാത്ര പോകാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ അന്ന് ക്യാൻസൽ ചെയ്തതാണ് ആ യാത്ര. അതായിരുന്നു ഒരു ഓർമ്മ എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത്, ഞങ്ങളെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ മൂവി കാണാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് ട്രക്കറിലൊക്കെയാണ് കൊണ്ടുപോവുക. അപ്പൊ നമ്മുടെ കണ്ണട ഉണ്ടല്ലോ, അതൊക്കെ തന്നിട്ടാണ് എന്ത് ചെയ്തത്, ഞങ്ങളെ ആ സിനിമ കാണിച്ചത്. അപ്പോ ഒരു 11 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ പോയി, ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നു സ്കൂളിലോട്ട്. അപ്പോ അതും ഒരു മെമ്മറിയാണ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ മെമ്മറീസ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയിപ്പിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം ലോക്കൽ ടൂറിനെ കുറിച്ച് പറയാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ, സൈൻ ഔട്ട് ചെയ്തോളൂ. സൈൻ ഔട്ട് ആരുമില്ലേ പറയാനായിട്ട്? ഞാൻ പറയാം മാം. ഓക്കെ. Good morning everyone.
It's my pleasure to deliver the sign out for today's class. And thank you, ma'am. Thank you, all my batchmates. Have a good day. Okay, thank you so much. Thank you, ma'am. Next class. Thank you, എല്ലാവർക്കും ma'am. happy എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് Happy ഹാപ്പി Christmas, ന്യൂ ഇയർ. ma'am. Happy ഹാപ്പി New Year. ക്രിസ്മസ് ആൻഡ് Ma'am, ഹാപ്പി ന്യൂ happy ഇയർ. Christmas. Okay, thank you.